ഇന്നത്തെ നമ്മുടെ യാത്ര ഷാർജ കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡനിലേക്കാണ്. സംഭവം ഷാർജ ആണെങ്കിലും ഇത് ശരിക്കും ഫുജറയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് ഏരിയ എന്നൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ മെയിനായിട്ട് 2 പാർക്കിംഗ് ആണുള്ളത്. ഇപ്പം ഈ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗാർഡന്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലേക്കാണ് എത്തുന്നത്. സപ്പോസ് ഇവിടെ പാർക്കിംഗ് ഇല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ടോപ്പ് ട്രാക്കിലേക്ക് ഒരു ഡീവിയേഷൻ വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ ഗാർഡന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവാം. ഏത് ഭാഗത്തു നിന്നാണ് കയറുന്നതെങ്കിലും അതാത് ഭാഗത്ത് നമുക്ക് എൻട്രൻസ് ഫീ കൊടുത്തിട്ട് അകത്തേക്ക് പോവാം. എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 10 ദിറംസ് ആണ്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രെയിൻ റൈഡ് ഉണ്ട്. അത് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഒരാൾക്ക് 2 ദിറംസ് ആണ് വരുന്നത്. അതും എൻട്രൻസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകാവുന്നതാണ്. ശരിക്കും ഈ ഒരു ഗാർഡനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ച് ലേറ്റ് ഈവനിങ്ങിൽ വരുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പം നമുക്ക് അത്യാവശ്യം പച്ചപ്പൊക്കെ കാണാം. പിന്നെ ഒന്ന് ഡാർക്കായി തുടങ്ങുമ്പോഴത്തേക്കും ഈ കാണുന്ന വാട്ടർഫോളിലും അതുപോലെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒത്തിരി അധികം സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിലും എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുഡ് സ്റ്റോളുകൾ, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിലും ഉണ്ട്. പക്ഷേ ഇപ്പം നോമ്പ് സമയം ആയതുകൊണ്ട് ഈവനിങ്ങിൽ മാത്രമേ ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ പാർക്കിങ്ങിന് അഡീഷണൽ ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വണ്ടിക്ക് 1 മണിക്കൂറിന് 10 ദിറംസ് ആണ് ചാർജ് ചെയ്യുന്നത്. അത് നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്താണ് പേ ചെയ്യേണ്ടത്. അത് നോർമലി നമ്മൾ ചെയ്യാറുള്ള പോലെ പേയ്മെൻ്റ് അല്ല. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.